എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്ന റെസിപ്പി ഫ്രഞ്ച് ബ്രെഡ് പോളയാണ്. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ഒന്ന് ചെയ്യണേ. അതുപോലെ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട കേട്ടോ. വെറും 10 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ്. ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഒരു ബൗളിലേക്ക് 2 മുട്ടയൊന്ന് പൊട്ടിച്ച് ഒഴിക്കാം. ഇതിലേക്ക് ഇനി ഒരു 1/4 ടീസ്പൂൺ ഉപ്പൊന്ന് ഇട്ട് കൊടുക്കണം. ഇതിലേക്ക് ഇനി മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയൊന്ന് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 2.5 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത്. കുറച്ചും കൂടെ നല്ല മധുരം വേണമെങ്കിൽ 1 ടേബിൾ സ്പൂണും കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. നല്ലൊരു ഫ്ലേവർ കിട്ടാനായിട്ട് ഞാൻ ഇതിലോട്ടൊരു 1/2 ടീസ്പൂൺ വാനില എസൻസ് കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പഞ്ചസാര നല്ലതായിട്ടൊന്ന് അലിഞ്ഞു വരുന്നത് വരെ വിസ്കർ കൊണ്ട് നല്ലതായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് ഒരു 1/2 കപ്പ് പാലും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇതിലോട്ട് ഒഴിച്ച ആ പാലും കൂടെ നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നല്ലതായിട്ട് എല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ചതിന് ശേഷം ഇതൊന്ന് മാറ്റി വെക്കാം. ഇനി വേണ്ടുന്നത് ബ്രെഡാണ്. ഞാനിവിടെ 4 സ്ലൈസ് ബ്രെഡാണ് എടുത്തിരിക്കുന്നത്. ബ്രെഡ് ഒരു കട്ടിംഗ് ബോർഡിൽ വെച്ച് അതിൻ്റെ സൈഡെല്ലാം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇനി ബ്രെഡ് പോള ഉണ്ടാക്കുന്നതിനായിട്ട് ഒരു ബൗളിലേക്ക് ഓരോ ബ്രെഡിൻ്റെ സ്ലൈസസും ഓരോന്നും വെച്ച് കൊടുക്കണം. ബ്രെഡിൻ്റെ മുകളിലായിട്ട് ഇനി ആ മുട്ടയുടെയും പാലിൻ്റെയും ബാറ്റർ ഒന്ന് ഒഴിച്ചു കൊടുക്കണം. ബാറ്റർ ഒരു വലിയ സ്പൂൺ വീതം വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട്. അതിൻ്റെ മുകളിൽ വീണ്ടും ഓരോ ബ്രെഡ് വെച്ചിട്ട് ഇതുപോലെ തന്നെ ഒഴിച്ചു കൊടുക്കണം. അങ്ങനെ 4 സ്ലൈസ് ബ്രെഡും ഇതുപോലെ തന്നെ നമുക്കൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. ബാക്കിയുള്ള ബാറ്റർ നമുക്ക് മാറ്റി വെച്ചേക്കാം. അത് ലാസ്റ്റ് നമുക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ബ്രെഡ് ഈ പാലിൻ്റെയും മുട്ടയുടെയും മിക്സിൽ നല്ലതായിട്ടൊന്ന് സോക്കായിട്ട് കിട്ടണം. അതിനായിട്ടൊരു 2 മിനിറ്റ് ഒന്ന് വെച്ചേക്കണം. ഫ്രഞ്ച് ടോസ്റ്റ് ഉണ്ടാക്കുന്ന രീതിയിൽ തന്നെയാണ് ഇതും തയ്യാറാക്കുന്നത്. ബ്രെഡ് പാലിലും മുട്ടയിലും കുറച്ചു നേരം സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് കൊണ്ട് ഫ്രഞ്ച് ടോസ്റ്റിനേക്കാളും കുറച്ചും കൂടെ ടേസ്റ്റാണ് ഇതിന്. ഇനി ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ ഒന്ന് ഇട്ട് കൊടുക്കാം. ബട്ടർ നല്ലതായിട്ടൊന്ന് മെൽറ്റായിട്ട് വരുമ്പോൾ ആ സോക്ക് ചെയ്ത് വെച്ച ആ ബ്രെഡിൻ്റെ പീസസ് ഇതിലോട്ടൊന്ന് വെച്ച് കൊടുക്കണം. ഇനി ലോ ഫ്ലെയിമിലാക്കിയതിന് ശേഷം ഇതൊരു അടപ്പുകൊണ്ട് അടച്ച് ഒരു 3 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. 3 മിനിറ്റിന് ശേഷം ഇതൊന്ന് തുറന്ന് വെച്ച് ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് മൊരിയിച്ചെടുക്കണം. സ്പാറ്റില കൊണ്ട് ഫോൾഡ് ചെയ്ത് ഇതിൻ്റെ സൈഡെല്ലാം ഒന്ന് മൊരിച്ചെടുക്കണം. ഇനി ബ്രെഡിന് ഒരു കോട്ടിങ്ങും കൂടെ കൊടുക്കാനായിട്ട് ആ ബാക്കി മാറ്റി വെച്ചിരുന്ന ആ ബാറ്ററും കൂടെ ഇതിലോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കണം. ഇനി ലോ ഫ്ലെയിമിൽ വെച്ച് തന്നെ ഇതിൻ്റെ സൈഡൊക്കെ വീണ്ടും ഒന്നും കൂടെ ഒന്ന് മൊരിച്ചെടുക്കണം. ലാസ്റ്റ് ബ്രെഡിൻ്റെ 2 സൈഡും 1 ടേബിൾ സ്പൂൺ ബട്ടറും കൂടെ ഒന്ന് തേച്ച് കൊടുത്ത് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. ഫ്ലഫിയായിട്ടുള്ള ഫ്രഞ്ച് ബ്രെഡ് പോള ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ചൂടോടെ തന്നെ സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാം. ഞാനിനി ഇതൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം. ബ്രെഡ് ഒരു സിംഗിൾ ലെയറായിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. അകം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ബ്രെഡ് പോളയാണ്. നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു ബ്രെഡ് പോളയാണിത്. ഇത് ഫ്രഞ്ച് ടോസ്റ്റ് പോലെയാണ് ഉണ്ടാക്കുന്നതെങ്കിലും പക്ഷേ അതിൻ്റെ ടേസ്റ്റേ അല്ല ഇതിന്. ഈ രീതിയിൽ നിങ്ങൾ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം. തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. നിങ്ങളെല്ലാവരും ഉണ്ടാക്കിയതിന് ശേഷം അഭിപ്രായങ്ങളൊന്ന് അറിയിക്കുക. അടുത്ത പുതിയ റെസിപ്പിയുമായിട്ട് വരുന്നത് വരെ നന്ദി, നമസ്കാരം.